ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ശ്രുതിയും കൂടി ഒരു അബദ്ധത്തിൽ കൂടെ ചെന്ന് ചാടി അങ്ങനെ 30 ലക്ഷം രൂപ പോയിരിക്കുകയാണല്ലോ. അങ്ങനെ അത് കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്നത് വഴി സച്ചിയും രേവതിയും യഥാർത്ഥത്തിൽ ശ്രുതിയെക്കുറിച്ചിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ശ്രുതിയുടെ ഫ്രണ്ട് മീരയുടെ അടുത്ത് എത്തുന്നത്. അങ്ങനെ മീരയോട് സംസാരിച്ചു വരുന്ന സമയത്ത് മീര അറിയാതെ ഓരോ സത്യങ്ങൾ അങ്ങ് പറയുകയാണ്. അങ്ങനെ സച്ചിക്കും രേവതിക്കും മനസ്സിലാകാണ് ശ്രുതി ഒരു മലേഷ്യക്കാരിയൊന്നും അല്ല, തനി നാട്ടിൻ പുറത്തുകാരി തന്നെയാണെന്നുള്ള വിവരം. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ശ്രുതിയും കൂടി ഒരു വലിയ ബംഗ്ലാവ് വാങ്ങിക്കാൻ പോവാണ്. 3 കോടി രൂപയുടെ ബംഗ്ലാവാണ് കേട്ടോ. 5 കോടി രൂപ വില വരുന്ന ബംഗ്ലാവ് 3 കോടി രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു ബീച്ചിൻ്റെ അടുത്ത് ഒരു ബീച്ച് ഹൗസാണ്. അതൊക്കെ നമ്മൾ നേരത്തെ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ ഇൻസ്ക്രീനിൽ പോയി അതൊന്ന് കാണണേ. അങ്ങനെ അവർ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീട് സ്വന്തമാക്കാമെന്നും എഗ്രിമെൻ്റ് എഴുതാമെന്നും ബാക്കി പണം പതുക്കെ കൊടുത്താൽ മതിയെന്നും ഒക്കെ അവർ പറഞ്ഞ് ശ്രുതിയെ പറ്റിക്കുകയാണ്. അങ്ങനെ ശ്രുതി ഇല്ലാത്ത പണത്തിനായിട്ട് വീട്ടിൽ കിടന്ന് ബഹളം വയ്ക്കുക. വീട് വിറ്റിട്ടാണേലും ആ പണം കൊടുക്കണമെന്ന് രവിയോട് പറയുക. പക്ഷെ രവി അത് സമ്മതിക്കുന്നില്ല, സച്ചിയും സമ്മതിക്കുന്നില്ല കേട്ടോ. ഈ വീട് കൂടി വിൽക്കാൻ ഞങ്ങളാരും സമ്മതിക്കില്ല, അങ്ങനെ നീ ഇപ്പം ബീച്ച് ഹൗസ് വാങ്ങണ്ടെന്ന് സച്ചിൻ പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രം വീട് വിൽക്കാതിരിക്കുകയാണ്. പിന്നെ അവരവരുടെ ഒരു ഡീലറിൻ്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ കടമായിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. ആ 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ബീച്ച് ഹൗസ് സ്വന്തമാക്കാനായിട്ട് അങ്ങനെ എല്ലാവരെയും കൊണ്ടുപോയി കാണിക്കുകയും പൊങ്ങച്ച പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രേവതിയും സച്ചിയും അതുപോലെ വർഷയും ശ്രീകാന്തും രവിയും ചന്ദ്രയും എല്ലാവരും ബീച്ച് ഹൗസിൽ പോയി താമസിക്കാനായിട്ട് പോകുന്നുണ്ട്. ബീച്ച് ഹൗസൊക്കെ കണ്ടിട്ട് ചന്ദ്രയുടെ കണ്ണ് തള്ളി പോവുക. ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടോ എൻ്റെ മോൻ ശ്രുതി, അവൻ എങ്ങും എത്തുകയല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഇപ്പം കണ്ടോ അവൻ വാങ്ങിയിരിക്കുന്ന ബംഗ്ലാവ് എത്ര വലുതാണെന്ന് നോക്കിക്കേ, അതും ഈ ബീച്ചിൻ്റെ മുമ്പിൽ. ഈ ബീച്ച് ഹൗസ് സൂപ്പർ തന്നെയാണ്, അവനെ കൊണ്ട് ഇത്രയൊക്കെ ഒക്കാൻ പറ്റിയല്ലോ. നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പറയില്ലേ അവനൊരു കഴിവില്ല എന്നൊക്കെ രവിയോട് പറയാം. അപ്പം രവി പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്രയെ നീ ഇതിന്ന് അഹങ്കരിക്കൊന്നും വേണ്ട, അവൻ ഈ ബീച്ച് ഹൗസ് പൂർണ്ണമായിട്ടും വാങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് സ്വന്തമാക്കുന്നതേ ഉള്ളൂ. ബാക്കി പിന്നെയും കോടികൾ കൊടുക്കാനിരിക്കുക. അതൊക്കെ കൊടുത്ത് തീർത്ത് അവൻ സ്വന്തമാക്കട്ടെ, അപ്പം നമുക്ക് ഇങ്ങനെ സംസാരിക്കാമെന്ന് പറയാം. അപ്പം ചന്ദ്ര പറയാം, നിങ്ങൾക്കും അസൂയ, എൻ്റെ സുതിമോൻ ഇത് വാങ്ങുന്നതിൽ എല്ലാവർക്കും അസൂയ. ആ സച്ചിക്കും രേവതിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുമോ ഇത്? അവൻ എത്ര കൊല്ലം ടാക്സി ഓടിച്ചാലും ഇത് നടക്കാൻ പോകുന്നില്ല. രേവതിയോ, അവൾ എത്ര വർഷം മാല കെട്ടിയാലാ ഇതുപോലൊരെണ്ണം വാങ്ങാൻ പറ്റുന്നത്? പക്ഷേ എൻ്റെ സുതിമോനെ കൊണ്ട് ഇതെല്ലാം സാധിച്ചല്ലോ എന്നൊക്കെ പറയാം. അങ്ങനെ അഹങ്കരിച്ചൊക്കെ നിന്ന് ഈ പണം കൊണ്ടുവന്നിട്ട് ആ ഉടമസ്ഥനെന്ന് പറഞ്ഞു വരുന്നവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി രേവതിയും വരുന്ന സമയത്താണ് കേട്ടോ ഈ ഓണർമാർ പണം വാങ്ങാനായിട്ട് വരുന്നത്. അവർ വരുന്നതും ഒരു ടാക്സിയിലാണ്. അതുപോലെ തന്നെ വരവും പോക്കും ഒക്കെ കാണുമ്പോഴേ സച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ, ഇവർ ഇത്രയും വലിയ ബംഗ്ലാവിൻ്റെ ഉടമസ്ഥരും വിദേശത്ത് താമസിക്കുന്നവരും ഒന്നും അല്ല. ഇതിലെന്തോ തട്ടിപ്പുണ്ട്, കണ്ടിട്ട് എന്തോ തട്ടിപ്പ് മണക്കുന്നുണ്ട് എന്ന് തോന്നുക. അത് രേവതിയോട് പറയുന്നുമുണ്ട് സച്ചി. പക്ഷെ രേവതി പറയാണേ, സച്ചിയേട്ടാ അങ്ങനെയൊക്കെ പറയാതെ, അതൊന്നും ആയിരിക്കില്ലെന്നേ, ശ്രുതിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടായിരിക്കുമല്ലോ, അങ്ങനെ അങ്ങ് പറ്റിക്കപ്പെടുമോ ശ്രുതി, അവർക്ക് നല്ല ബുദ്ധിയില്ലേ എന്നൊക്കെ രേവതിയും പറയാം. എന്നാൽ ഈ വന്നവർ ഈ പണം കൈക്കലാക്കി ഉടനെ തന്നെ പെട്ടെന്ന് സ്ഥലം വിടുകയാണ് അവിടുന്ന്. അത് കാണുമ്പോൾ വീണ്ടും സച്ചിക്ക് സംശയം തോന്നുക. ഇവരെന്താ ഇങ്ങനെ ഓടിപ്പിടിച്ച് പോകുന്നതെന്ന് ചോദിക്കുക ശ്രുതിയോട്. അപ്പോൾ ശ്രുതി പറയാം, എൻ്റെ പൊന്നു സച്ചി, നീ ഇങ്ങനെ സംശയിക്കാതെ, അവർക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് ഉണ്ട്, ആ ഫ്ലൈറ്റിന് അവർക്ക് പോകേണ്ടതാണ് UK. അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഇത്രയും ധൃതി വെച്ച് പോകുന്നതെന്ന് പറയുകയാണ്. പക്ഷെ അതിനൊക്കെ ശേഷമാണ് കേട്ടോ ഈ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ അവിടെ എത്തുകയാണ്. ഇവർ കയറി താമസിക്കുന്നത് കണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളവിടെ ആരാ പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കാൻ, നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശ്രുതി ചോദിക്കുക, നിങ്ങളാരാ, നിങ്ങൾ ഈ വീട്ടിൽ നെയിം ബോർഡ് വയ്ക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾക്ക് ദേഷ്യം വരിക, എൻ്റെ വീട്ടിൽ കയറി താമസിച്ചതും പോരാ, എന്നിട്ട് എന്നോട് നെയിം ബോർഡ് വയ്ക്കാൻ വന്ന ആളാണോന്ന് നീ ചോദിക്കുന്നോ, നീ ആരാടാന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ഞങ്ങൾ വാങ്ങിയ വീടാണ്, 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് ഇതിൻ്റെ ഓണർ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി തന്നതാണെന്ന് പറയുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പറ്റിക്കപ്പെട്ടു, ഞാനാ ഇതിൻ്റെ ഓണർ, ഞാൻ അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുമില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം വാങ്ങിയിട്ടുമില്ല എന്ന് പറയാം.
അയാൾ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോളാൻ പറയുക, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണേലും അയാൾ ദേഷ്യപ്പെടുന്നത് കാരണം അവരെല്ലാം തൂത്തു പെറുക്കി അവിടുന്ന് ഇറങ്ങി പോവുക. അങ്ങനെ ശ്രുതിയുടെ 30 ലക്ഷം കൂടി പോയി കിട്ടിയിരിക്കുക. അങ്ങനെ സച്ചി പറയുന്നുണ്ട് ഇവനിത് സ്ഥിരം പരിപാടി, ഇവിടെ ആരും ഇനി ഇതോർത്ത് ദുഃഖിച്ചൊന്നും ഇരിക്കണ്ട, എവിടെയെല്ലാം കൊണ്ട് പണം കളഞ്ഞിട്ടുണ്ടെന്ന് ഇവന് മാത്രമേ അറിയാവുള്ളൂ, ഇത് നമ്മുടെ ശ്രുതി എല്ലാ മാസവും ചെയ്യുന്ന ഒരു കലാപരിപാടിയല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ചന്ദ്രയും ശ്രുതിയും ഒക്കെ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ശ്രുതി പൊട്ടിക്കരയുക. നമ്മുടെ 30 ലക്ഷം രൂപ പോയല്ലോ, ഇനി എങ്ങനെ അത് കൊണ്ട് കൊടുക്കും, ആ ഡീലറിന് അത് കൊടുക്കണ്ടേ, എങ്ങനെ നമ്മൾ കൊടുക്കും എന്നൊക്കെ ചോദിച്ച് ശ്രുതി പൊട്ടിക്കരയുക. അപ്പോൾ ചന്ദ്രയും പറയാ എൻ്റെ ശ്രുതി മോനെ പറ്റിച്ചവൻ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല, എൻ്റെ കുഞ്ഞു പാവം എവിടുന്നൊക്കെയോ കടം വാങ്ങി 30 ലക്ഷം രൂപ വാങ്ങി വീട് വാങ്ങാൻ കൊടുത്തതാ, എന്നിട്ട് ആ പണം കൊണ്ട് അവന്മാർ മുങ്ങിയ സ്ഥിതിക്ക് അവന്മാരെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. അങ്ങനെ സച്ചി പറയുന്നുണ്ട് എന്തായാലും അവന്മാരെ കണ്ടുപിടിക്കണം, നമ്മുടെ വീട്ടിലെ പണമല്ലേ, ശ്രുതിയുടെ പണമാണെങ്കിലും അച്ഛന് കിട്ടിയ പെൻഷൻ തുക മുഴുവൻ ഇവൻ കൊണ്ടുവന്ന് കളഞ്ഞില്ലേ, അപ്പോൾ പിന്നെ ഇവൻ തന്നെ ഉണ്ടാക്കണ്ടേ, അങ്ങനെ ഇവൻ്റെ പണമാണെങ്കിലും അത് ആ ആളെ കണ്ടുപിടിക്കണം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ശ്രുതിയും ഒരു ശ്രുതിയുടെ ഫ്രണ്ട് ഒരു ഓട്ടോക്കാരനും സച്ചിയും എല്ലാം അന്വേഷിച്ച് നടക്കുക. അങ്ങനെ വരുമ്പോഴാണ് കേട്ടോ രേവതി പറയുന്നത് ആ ക്ഷേത്രത്തിൽ വെച്ചല്ലേ ഇവർ പണം കൈമാറിയത്, രേവതിയുടെ അമ്മ മാല കിട്ടുന്ന ക്ഷേത്രത്തിൽ വെച്ച്. അപ്പോൾ അവിടുത്തെ CCTV ദൃശ്യങ്ങളിലൊക്കെ അയാളുടെ പടം കാണും. അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് പറയാം. അതുപോലെ രേവതി ആ പണം തട്ടിയ ആളുടെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു സിനിമാ നടൻ, അയാളുടെ വീട്ടിൽ മാല കെട്ടാനാണെന്ന വ്യാജനയൊക്കെ പോയിട്ട് ഡീറ്റെയിൽസൊക്കെ തിരക്കുന്നുണ്ട്. പക്ഷെ അയാളെ കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ ആവുമ്പോഴാണ് CCTV ഒക്കെ തപ്പാൻ പോകുന്നത്. CCTV ഫുട്ടേജ് കൊടുക്കുമെന്ന് ചോദിക്കാമെന്ന് രേവതി പറയുക. അപ്പം ഉടനെ ശ്രുതി പറയുക ശ്രുതിയോട്, എൻ്റെ ശ്രുതി രേവതിയോട് പറയണ്ട, അവരോട് പറഞ്ഞാൽ ആ പണം തിരികെ എങ്ങാനും കിട്ടിയാൽ അവരത് തിരിച്ചു തരില്ല, അച്ഛൻ്റെ പെൻഷൻ തുകയാണെന്ന് പറഞ്ഞാൽ അവരതങ്ങ് എടുക്കും, അതുകൊണ്ട് നമുക്ക് തന്നെ നേരിട്ട് അന്വേഷിക്കാമെന്നേ എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് രേവതി സച്ചിയും വേണ്ട, ഞങ്ങൾ തന്നെ ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം, നിങ്ങൾ അന്വേഷിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയാം. അങ്ങനെ നമ്മുടെ ശ്രുതി ചെന്നിട്ട് ആൻ്റണിയാണ് കേട്ടോ ഏൽപ്പിക്കുന്നത്. ആൻ്റണിയോടാണ് പറയുന്നത് ഇങ്ങനൊരു സംഭവമുണ്ട്, അതുകൊണ്ട് ആ കള്ളനെ ഒന്ന് പിടിച്ചു കിട്ടണം, അതിന് വേണ്ടിയിട്ട് ആ CCTV ഫുട്ടേജ് ആ അമ്പലത്തിൽ ചെന്ന് ചോദിച്ച് വാങ്ങണമെന്ന് പറയാം. അങ്ങനെ ആൻ്റണി ചെന്ന് വാങ്ങാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അമ്പല കമ്മിറ്റിക്കാർ അത് കൊടുക്കുന്നില്ല. അവർ പറയാണ് അങ്ങനെ വരുന്നവരും പോകുന്നവരും ഒന്നും വന്ന് ചോദിച്ചാൽ ഇവിടുത്തെ CCTV ഫുട്ടേജ് ഒന്നും തരാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലീസിനെയും കൊണ്ട് വാ, പോലീസ് വന്ന് ചോദിച്ചാൽ മാത്രമേ ഞങ്ങളത് കൊടുക്കുള്ളൂ എന്ന് പറയാം. ആൻ്റണി നാണം കെട്ട് തിരിച്ചു വന്ന് ശ്രുതിയോട് പറയാം അവർ പറഞ്ഞു പോലീസ് വരണമെന്ന്, അതുകൊണ്ട് പോലീസുമായിട്ടേ ചെന്ന് പരാതി കൊടുത്താലേ മാത്രമേ അവർ ഫുട്ടേജ് തരുള്ളൂ എന്ന് പറയാം. അപ്പോൾ ശ്രുതി ചെന്ന് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നീ ഒരു പരാതി എഴുതി കൊടുക്കണം, എന്നിട്ട് അവരെ കൂട്ടി പോയാലേ അമ്പല കമ്മിറ്റിക്കാർ ആ ഫുട്ടേജ് തരുള്ളൂ എന്ന് പറയാം. അങ്ങനെ ശ്രുതി അതിനെന്താ ഞാൻ സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്തോളാലോ എന്നൊക്കെ പറഞ്ഞ് പോവാം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വലിയ ആൾ കളിച്ചിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് SIയോട് അതെ എൻ്റെ പേര് ശ്രുതി എന്നാണ്, ഞാൻ ആ വിഷയത്തിൽ MPhil എടുത്തിട്ടുണ്ട്, ഇതിൽ PhD എടുത്തിട്ടുണ്ട്, എനിക്ക് 3 ഡോക്ടറേറ്റ് ഉണ്ട്, ഞാൻ 3 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഗമയിലിരുന്ന് പറയുക ശ്രുതി. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആ പോലീസുകാരൻ ചോദിക്കുക അത് നീ എന്തിനാ ഇതൊക്കെ ഇവിടെ വന്നിരുന്ന് പറയുന്നത്, നിനക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്ന് കേൾക്കാനാണോ ഞങ്ങളിവിടെ ഇരിക്കുന്നത്, നീ എന്തിനാ വന്നതെന്ന് പറ. ആ അത് ശരി, എനിക്ക് ഒരു 30 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട്, ഇനി ഒരു കൂട്ടർ വീട് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ചതാണെന്ന് പറയാം. അപ്പോൾ ആ പോലീസുകാരൻ പറയണേ നിന്നെ പറ്റിച്ചില്ലെങ്കിലേ ഉള്ളൂ, അതുപോലെയുള്ള പൊട്ടത്തരല്ല ഇവിടെ ഇരുന്ന് വിളിച്ച് പറയുന്നത്, കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു, നിനക്കൊക്കെ എന്തിനാ വിദ്യാഭ്യാസം കിട്ടിയത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് ഒരു പരാതി എഴുതി ഇങ്ങോട്ട് താ എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അയ്യോ സാറേ നിങ്ങളും എൻ്റെ കൂടെ വരണം, ആ അമ്പല കമ്മിറ്റിക്കാർ ആ CCTV ഫുട്ടേജ് ഒന്നും തരുന്നില്ല, അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടം വരെ ഒന്ന് നിങ്ങളും കൂടെ വരണമെന്ന് പറയാം. അപ്പോൾ SI പറയാം നീ വിളിക്കുമ്പോൾ വരാൻ ഞാൻ നിന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ലല്ലോ, അതുകൊണ്ടേ നീ ഒരു പരാതി എഴുതിത്താ, അത് കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം എപ്പോൾ വരണം വേണ്ടാന്നൊക്കെ കേട്ടോ എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാം ഓക്കെ എന്നും പറഞ്ഞ് ശ്രുതി ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊക്കെ എഴുതുന്ന പോലെ പ്രിയപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് SI സാറിന് എന്നൊക്കെ പറഞ്ഞ് എഴുതുകയാണേ. അത് എഴുതി കൊടുക്കുമ്പോൾ SI ചോദിക്കും ഇതെന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, നീ പ്രേമലേഖനം എഴുതുവാണോ, ഇങ്ങനെയാണോ കംപ്ലൈൻറ്റ് എഴുതേണ്ടത്, ഇങ്ങനെയല്ല ഫ്രമും ടു ഒക്കെ വെച്ച് മര്യാദയ്ക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എഴുതിത്താ, നിൻ്റെ പ്രിയപ്പെട്ടതും ഒന്നും വേണ്ട എന്ന് പറയാം. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ശ്രുതി കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുക. അപ്പോൾ പോലീസുകാരൻ പറയാം നോക്കട്ടെ നിന്നെ വിളിക്കാം, പോയി CCTV ഫുട്ടേജ് എടുക്കാൻ പോകുമ്പം വിളിക്കാമെന്ന് പറയാം. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴാണ് കേട്ടോ പോലീസുകാർ CCTV ഫുട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പം ശ്രുതിയെ വിളിക്കുക. അപ്പോൾ ശ്രുതിയും പോവുക. അങ്ങനെ ശ്രുതിയും
ശ്രുതിയും അതുപോലെ പോലീസുകാരും കൂടെ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവർ ഫൂട്ടേജൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പോലീസുകാർക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രുതി പറയുകയാണെ, അതെ സാറേ എൻ്റെ ഫോണിലേക്കും കൂടെ അതൊന്ന് ഇട്ടേക്ക്, അയാളെ എവിടെയെങ്കിലും കണ്ടാലോ ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഇടാം. സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും അറിയുമ്പോൾ അയാളെ പിടിക്കാൻ പറ്റുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുക, നിനക്ക് നാണമില്ലേ, നിനക്ക് എന്തിനാ ഇത്രയും വിദ്യാഭ്യാസം, ഈ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഈ ഫൂട്ടേജ് CCTV ഫൂട്ടേജ് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അതങ്ങ് വൈറലായി പോകും. അത് കഴിയുമ്പം ഈ കള്ളൻ ഇത് അവിടെയെങ്കിലും ഇരുന്ന് കണ്ടാൽ പിന്നെ അവൻ പുറത്തിറങ്ങുമോ, അവൻ എങ്ങോട്ടെങ്കിലും മുങ്ങുകയല്ലേടാ, അതുകൊണ്ടേ ഞങ്ങൾ അന്വേഷിച്ചോളാം, അന്വേഷണ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നീയൊന്നും വരണ്ടെന്ന് പറയാം. അങ്ങനെ CCTV ഫൂട്ടേജ് കൊടുക്കുന്നുമില്ല കേട്ടോ. അങ്ങനെ ശ്രുതിയും കൂടെ പോവാണ്. അപ്പോൾ പോലീസ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അന്വേഷിച്ചോളാം എന്ന് പറയുക. അപ്പോൾ രേവതിയാണെങ്കിൽ അമ്പല കമ്മിറ്റിക്കാരോട് പറഞ്ഞ് ആ ഫൂട്ടേജിൻ്റെ ഒരു ഇതെടുക്കുന്നുണ്ട്, എവിടെയെങ്കിലും വെച്ച് അയാളെ കണ്ടാൽ കണ്ടുപിടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ സച്ചിയുടെ വണ്ടിയിൽ ഒരു 2 മലേഷ്യക്കാർ വരുന്നത്. 2 കപ്പിൾസാണ്, ഇത്തിരി പ്രായം ചെന്നവരാണ് കേട്ടോ. അവരാണെങ്കിൽ നാട്ടിൽ വന്നപ്പോൾ അവരുടെ വിവാഹ വാർഷികം ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു അമ്പലത്തിൽ തൊഴാൻ പോകണമെന്ന് സച്ചിയോട് പറയാം. അങ്ങനെ രേവതിയുടെ അമ്മ മാല കിട്ടുന്ന അമ്പലത്തിലേക്ക് അവരെ കൊണ്ടുവരികയും അവരിവിടെ വഴിപാടുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. അത് കഴിയുമ്പോൾ സച്ചിയും രേവതിയും കൂടെ അവരോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, നിങ്ങളുടെ ഇതല്ലേ വിവാഹ വാർഷികമല്ലേ, അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ സദ്യ ഉണ്ടാക്കി തരാമെന്ന് സച്ചി പറയാം. രേവതിക്ക് പേടിയുണ്ട് കേട്ടോ, ചന്ദ്ര പ്രകമ്പനം കൊള്ളുമോ എന്നുള്ള കാര്യത്തിൽ. എന്നാലും സദ്യയൊക്കെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ ഈ പ്രായമായവർ 2 പേരും വീട്ടിൽ വരികയാണ്. അവരാണെങ്കിൽ മലേഷ്യക്കാരാണെന്ന് പറയുമ്പം ചന്ദ്രയ്ക്ക് ഭയങ്കര താല്പര്യമാവുകയാണ്. ആദ്യമേ ചന്ദ്ര രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തിനാണ് കണ്ടവർക്കൊക്കെ ഇവിടെ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നത്, എൻ്റെ വീട്ടിൽ ഇതൊന്നും നടക്കില്ല എന്നൊക്കെ പറയുകയാണേലും അവർ മലേഷ്യയിൽ നിന്നുള്ളവരാണ് എന്ന് പറയുമ്പം ചന്ദ്രയ്ക്ക് താല്പര്യമാവും. കാരണം ശ്രുതിയെ അറിയാവുന്നവരായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അതേസമയം ശ്രുതി ഈ വിവരം അറിയാണ്, 2 മലേഷ്യക്കാർ വരുന്നുണ്ടെന്നും അവരെന്നെ കണ്ട് സംസാരിക്കാൻ വരുമെന്നും ഒക്കെ അറിയുമ്പോൾ ശ്രുതിക്ക് ആ പാടെ വെപ്രാളാവുക. അവർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്ത് ഞാൻ പറയും എന്നൊക്കെ ശ്രുതി വിചാരിക്കുക. എന്നിട്ട് ശ്രുതിയുടെ ഫ്രണ്ട് മീരയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മീര എന്തെങ്കിലും ഒരു മാർഗം പറ, എനിക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം എന്ന് പറയാണ്. അപ്പം മീര പറയുന്നുണ്ട്, നിനക്ക് നല്ല പല്ലുവേദനയാണെന്ന് അങ്ങ് പറഞ്ഞു എന്ന് പറയാണ്. അങ്ങനെ നല്ല പല്ലുവേദനയായിട്ട് അഭിനയിക്കുകയാണ് ഇവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശ്രുതി പറയുക, ഭയങ്കര പല്ലുവേദനയാണെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അല്ലാതെ ഒരു രക്ഷയില്ലെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് തേങ്ങയൊക്കെ എടുത്ത് കഴിച്ചതാണല്ലോ, ഒരു പല്ലുവേദനയും തോന്നിയില്ലല്ലോ എന്ന് വർഷ ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ നിൽക്കാനേ പറ്റുന്നില്ല, ഭയങ്കര പല്ലുവേദന, എന്താ ചെയ്യുക എന്ന് പറയാം. അപ്പോൾ രേവതിയാണെങ്കിൽ സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം മലേഷ്യക്കാർ വരികയും ചെയ്യും. ആ സമയത്ത് എന്താ ചെയ്യുന്നത്, വർഷ പറയാം ഞാനും കൂടെ വരാം എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം, ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പൊക്കോളാം എന്ന് പറയാം. വർഷ പറയാം, അത് പറഞ്ഞാൽ പറ്റില്ല, ഞാനും വരുമെന്നും പറഞ്ഞ് വർഷ കൊണ്ടുപോയി ശ്രുതിയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാണേ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. അതേസമയം ഈ മലേഷ്യക്കാർ വീട്ടിലെത്തി സദ്യ കഴിക്കുകയൊക്കെ ചെയ്യാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവരോട് പറയുക, അതിൻ്റെ മൂത്ത മരുമകൾ ഇവിടെ ഇല്ലാതെ പോയി, അവളും കൂടി വേണ്ടതായിരുന്നു, അവൾക്ക് നിങ്ങളെ അറിയായിരിക്കും, അവൾ മലേഷ്യയിലാണ്, അവളുടെ അച്ഛനും മലേഷ്യയിലാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് മലേഷ്യയിൽ എവിടെയാണെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ അതൊന്നും എനിക്കറിയില്ല, അവൾ ഈ സമയത്ത് ഇല്ലാതെ പോയി, അവൾക്കൊരു പല്ലുവേദനയായിട്ട് ആശുപത്രി പോയിരിക്കുക എന്ന് പറയാം. അങ്ങനെ അവരവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞു പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം ഇവർ പോയല്ലോ എന്നൊക്കെ അറിയുമ്പം ശ്രുതി പറയുകയാണേ, ഇപ്പം കുഴപ്പമില്ല, പല്ലുവേദന കുറവുണ്ട്, നമുക്ക് തിരിച്ചു പോകാമെന്ന്. അപ്പോൾ വർഷ പറയുക, അത് പറഞ്ഞാൽ പറ്റില്ല, ഡോക്ടറെ കാണണം, കണ്ട് പല്ല് നോക്കണം, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പല്ല് നോക്കിക്കുമ്പോടെ പല്ലിന് എന്തൊക്കെയോ നീരോ പ്രശ്നങ്ങളോ ഉണ്ടെന്ന് ഡെന്റിസ്റ്റ് പറയാം. ഈ പല്ലെടുത്ത് കളയണമെന്നും പറയാം. അപ്പോൾ ശ്രുതി പറയും, അയ്യോ എനിക്ക് വേദനയൊന്നും ഇല്ല, ഇപ്പം എൻ്റെ പല്ലൊന്നും എടുക്കണ്ട. അപ്പോൾ ഡോക്ടർ പറയാം, അയ്യോ പല്ലെടുക്കാതിരുന്ന ഇനിയും വേദന കൂടുമല്ലോ എന്ന് പറയാം. അതുപോലെ വർഷം പറയാം, അയ്യോ ഡോക്ടറെ പല്ലെടുത്ത് കളഞ്ഞോ കേട്ടോ എന്ന് പറയണേ. അപ്പോൾ വർഷയ്ക്ക് മനസ്സിലാകുകയാണ് ശ്രുതിയുടെ കള്ളത്തരാണ്, മലേഷ്യക്കാർ വന്നതുകൊണ്ട് അവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഏതായാലും ഒരു പണി കൊടുക്കാമെന്ന് വെച്ചിട്ട് വർഷ പറയുക പല്ലെടുത്ത് കളഞ്ഞോളെ. അങ്ങനെ പല്ലെടുത്ത് കളഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ വേദന പിടിച്ചിരിക്കുമ്പോൾ വർഷ കുറേ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ശ്രുതി പല്ലെടുത്തോ എന്ന് ചോദിക്കുക. അപ്പോൾ വർഷ പറയാം, അതെ ഭയങ്കര പല്ലുവേദനയല്ലായിരുന്നോ, അതുകൊണ്ട് പല്ലെടുത്തു, ശ്രുതി ചേച്ചിക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ഐസ്ക്രീമൊന്നും കഴിക്കാൻ മേലല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വന്ന് ശ്രുതി കയറി പോവാണേ. അതേസമയം ഈ മലേഷ്യക്കാർ സച്ചിയോട് പറയുന്നുണ്ട്, ഈ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പം ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്നൊക്കെ പറയുകയാണ് സച്ചി. അപ്പോൾ അവർ പറയുന്നുണ്ട്, അങ്ങനെ ജയിലിലാണെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കൾ കുറേ പേര് മലേഷ്യൻ ജയിലുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, പരിചയക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ശ്രുതിയുടെ അച്ഛനെ കുറിച്ചിട്ട് അറിയാൻ പറ്റും, അയാളെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ആ വഴി ഒന്ന് അന്വേഷിക്കാമല്ലോ എന്നൊക്കെ ഇവർ പറയുമ്പോൾ സച്ചി പറയാം, നേരാ ഞങ്ങൾ വിളിക്കാം, ശ്രുതിയോട് ചോദിച്ചിട്ട് വിളിക്കാം, അങ്ങനെ നിങ്ങൾക്ക് പരിചയക്കാരുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ അച്ഛനെ
പുറത്തിറക്കാൻ പറ്റുമായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അവരും പറഞ്ഞിട്ട് പോവാണ്. ഈ വിവരം വന്ന് സച്ചി രേവതിയോടും പറയുക. എന്നിട്ട് ശ്രുതിയോടും പറയുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരുവാണെങ്കിൽ ആ വന്ന ആ കപ്പിൾസ് ഉണ്ടല്ലോ, അവർ പറഞ്ഞു അവരുടെ ബന്ധുക്കളൊക്കെ മലേഷ്യയിലെ ജയിലിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർ വിചാരിച്ചാൽ ശ്രുതിയുടെ അച്ഛനെ പുറത്തിറക്കാൻ പറ്റുമെന്നും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റുമെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ ശ്രുതി എങ്ങനെയെങ്കിലും ശ്രുതിയുടെ അച്ഛനെ പുറത്തിറക്കാമെന്ന് സച്ചി പറയുക. അപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരികയാണേ. ശ്രുതി പറയുന്നുണ്ട്, ആ ശരിയാ സച്ചി, അങ്ങനെയൊക്കെ ചെയ്ത ശരിയാ, നല്ല കാര്യമാണല്ലോ എന്ന് പറയാം. അതേസമയം ശ്രുതിക്ക് നല്ല ദേഷ്യം വരിക. ശ്രുതി പറയാണ്, എന്താ സച്ചി ഇത്, നീ എന്തിനാ എൻ്റെ കാര്യങ്ങളൊക്കെ ചെന്ന് വല്ലവരോട് പറയുന്നേ? മലേഷ്യ എന്നാന്ന് പറഞ്ഞ് 2 പേര് വന്നപ്പം അവരോടൊക്കെ ചെന്ന് ആവശ്യമില്ലാതെ എൻ്റെ കാര്യവും എൻ്റെ അച്ഛൻ ജയിലിലാണെന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ സച്ചി പറയും, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അവരിപ്പം പാർലറെടുത്തെ കുറ്റം പറയാനൊന്നും വരുന്നില്ലല്ലോ എന്ന് പറയാം. ഇല്ലായിരിക്കും, പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമില്ല. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല. സച്ചി ചെയ്തത് വളരെ മോശമായിപ്പോയി. അവരോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറക്കണമെങ്കിലേ അച്ഛൻ്റെ ആളുകളൊക്കെ ഉണ്ട്, ഇളയച്ഛനും മറ്റുള്ളവരും ഒക്കെ ഉണ്ട്, അവരൊക്കെ വേണമെങ്കിൽ ശ്രമിച്ചോളും. അന്യതക്കാരോട് ഇതൊക്കെ പറഞ്ഞ് ചെയ്യിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് സച്ചി പറയുകയും ചെയ്ത് മോശമായിപ്പോയി. ഇനി അവർ വരി ഒരു അന്വേഷണം വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അതവിടെ ഒഴിവാക്കി ബ്ലോക്ക് ചെയ്യാണ് കേട്ടോ ശ്രുതി. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, ശരിയാ സച്ചി, നീ ചെയ്തത് മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും പോവാം. അതേസമയം ഇതൊക്കെ കഴിയുമ്പോൾ ശ്രുതിക്കാകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഈ സച്ചി ഇനി ഈ വിവരങ്ങളൊക്കെ ചെന്ന് ഇവരോട് പറഞ്ഞല്ലോ, ഇവരിതെങ്ങനെയെങ്കിലും അറിയോ അന്വേഷിക്കുമോ അച്ഛൻ ജയിലിലാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ടെൻഷനിലാവുകയാണ് ശ്രുതി. അതേസമയം സച്ചി എന്ന രേവതിയോട് പറയാം, രേവതി എന്തോ ഒരു പന്തികേടില്ലേ, പാർലർ ഏടത്തി പറഞ്ഞതിൽ എന്തോ പന്തികേടുണ്ട്. പാർലർ ഏടത്തിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനല്ലേ പാർലർ ഏടത്തി നോക്കുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മളാരും അവരുടെ അച്ഛനെ കണ്ടിട്ടുമില്ല. ഇതിപ്പോൾ മലേഷ്യയിൽ നിന്ന് വന്നെന്ന് പറഞ്ഞപ്പോഴേ പാർലർ ഏടത്തി ഇവിടുന്ന് മുങ്ങി. അതുപോലെ തന്നെ ഇപ്പം അച്ഛൻ്റെ കാര്യം പറഞ്ഞതും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാക്കി. ശരിക്കും ഇവരൊരു കോടീശ്വരി തന്നെയാണോ അതോ മലേഷ്യയിൽ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നെന്ന് പറയാം. അപ്പോൾ രേവതിയും പറയാം, ശരിയാ സച്ചേട്ടാ, അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നുണ്ട്. പല്ലുവേദന ഒന്നും വലുതായിട്ടില്ലായിരുന്നു, പെട്ടെന്നൊരു പല്ലുവേദന വരികയും പോവുകയും ഒക്കെ ആയിരുന്നു. അവരുടെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ നോക്കിയതാന്ന് പറയാ ശ്രുതി. അപ്പോൾ സച്ചിയും പറയാം, ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ എന്താ ചെയ്യണ്ടേ, ഭാമാൻ്റിയോട് ചോദിച്ചാലോ എന്ന് പറയാം. അപ്പം ശരിയാ, ഭാമാൻ്റി വഴിയല്ലേ കല്യാണം നടന്നത്, അങ്ങനെ ചോദിക്കാമെന്നും പറഞ്ഞു കുറേ അലുവയൊക്കെ വാങ്ങിച്ച് ഇവർ ഭാമയുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, അയ്യോ ഇതെന്താ നിങ്ങൾ രണ്ടും കൂടെ വന്നത്, ഇതെന്താ അലുവയൊക്കെ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുക. എനിക്ക് അലുവ ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാം, പിന്നെ രേവതി എപ്പോഴും പറയും ഭാമാൻ്റിക്ക് അലുവ ഭയങ്കര ഇഷ്ടമാണ്, ഇതിപ്പോൾ കുറച്ച് അലുവ കിട്ടിയപ്പം ഭാമാൻ്റിക്ക് കൊണ്ട് തന്നേക്കാന്ന് വെച്ചാൽ എല്ലാം മുഴുവൻ കഴിച്ചോളാൻ പറയാം. അങ്ങനെ കഴിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണെ, എൻ്റെ ഒരു ഫ്രണ്ടിന് വിവാഹം ആലോചിക്കണമായിരുന്നു, അവർ വിദേശത്താണ്, അവർക്ക് വിദേശത്തുള്ള ഒരു ടാക്സി ഡ്രൈവറാണ്, വിദേശത്തുള്ള ഒരു പെണ്ണിനെ വേണമെന്നാണ് ആഗ്രഹം. ഭാമാൻ്റിക്ക് വിദേശത്തുള്ളവരെയൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ അല്ലേ, ഞങ്ങളുടെ വീട്ടിൽ തന്നെ അങ്ങനെയല്ലേ വിവാഹം നടത്തിയത്, ശ്രുതിയുടെയും മലേഷ്യയെന്ന്, അതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഭാമ പറയാം, എൻ്റെ പൊന്നു സച്ചി, എനിക്ക് വിദേശത്ത് ആരെയും ഒരു പരിചയവും ഇല്ല, ശ്രുതിയെ ഒരു വിദേശിയാണെന്നോ മലേഷ്യക്കാരിയാണെന്നോ അറിയാതെയാണ് ഞാൻ വിവാഹം നടത്തിയത്. അവൾ നാട്ടിൻപുറത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്, എനിക്ക് ദേഹത്തിനൊക്കെ വേദന വരുമ്പം ഇവിടെ മസാജ് ചെയ്യാനൊക്കെ വരുമായിരുന്നു. ഇവിടെ ഒരു സ്പായിൽ അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടല്ലേ അറിയാൻ പറ്റിയത് മലേഷ്യയിലാണെന്നും. ഒരു ദിവസം ചന്ദ്ര ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് അവൾ പൊട്ടിക്കരഞ്ഞത്, അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണെന്നും പറഞ്ഞ്. അങ്ങനെയൊക്കെയാണ് വിവാഹം നടന്നത്, അല്ലാതെ ആരെയും എനിക്കറിയില്ല എന്ന് പറയാം. അപ്പോൾ ഇവർക്ക് 2 പേർക്കും പിന്നെയും സംശയം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഇവരവിടെ നിന്ന് ഇറങ്ങുക വീണ്ടും. എന്നിട്ട് പറയാം, ഇതിലൊക്കെ എന്തോ പന്തികേടുണ്ട്. അപ്പോൾ ശരിക്കും പാർലർ എടുത്തി മലേഷ്യക്കാരിയൊന്നും അല്ല, അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ മീരയുടെ അടുത്ത് പോയി അന്വേഷിക്കാം എന്ന് പറയാം. അപ്പോൾ രേവതിയും പറയാം, ശരിയാ, മീരയുടെ അടുത്ത് പോകാം, മീര ഒരു നല്ല പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്. അന്ന് മാല കെട്ടാനൊക്കെ ഞാൻ മീരയുടെ വീട്ടിൽ പോയതാ, അപ്പോഴൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു, അവിടെ പോയി ഒന്ന് ചോദിക്കാമെന്ന് പറയാം. അങ്ങനെ ഇവർ 2 പേരും മീരയുടെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മീരയ്ക്ക് ഭയങ്കര സന്തോഷമാവണം. മീര പറയുന്നുണ്ട്, ആഹാ രേവതി വന്നു, രേവതിയെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, രേവതിയെ ഒന്ന് കാണണം എന്നൊക്കെ ഒത്തിരി നാളായി ആഗ്രഹിക്കുന്നു, സമയം കിട്ടാറേ ഇല്ലെന്നൊക്കെ പറയും. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മീര പറയണേ, ഞാനും ശ്രുതിയും കൂടെ ഒന്നിച്ച് കോളേജിലൊക്കെ പഠിച്ചതാണ് എന്ന് പറയാണ്. അപ്പോൾ രേവതി ചോദിക്കും, അപ്പോൾ സ്കൂളിൽ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചാലെന്ന് ചോദിക്കും. ഏയ് സ്കൂളിലൊന്നും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതല്ല, ഞങ്ങൾ കോളേജിൽ വെച്ചാൽ പരിചയപ്പെട്ടത് എന്നൊക്കെ പറയുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ രേവതിക്ക് പിടികിട്ടുക, രേവതി അന്ന് മാല കെട്ടാൻ
കയറാൻ വന്നപ്പോഴേക്കും ഈ പറഞ്ഞ മീര പറഞ്ഞത്, ഞങ്ങൾ സ്കൂൾ തൊട്ട് 2ാം ക്ലാസ് തൊട്ട് ഞാനും ശ്രുതിയും കൂടെ ഒന്നിച്ച് പഠിക്കുന്നതാണ്, എനിക്ക് ശ്രുതിയെ നന്നായിട്ട് അറിയാം, അവർ മലേഷ്യയിലായിരുന്നു, പിന്നെ മലേഷ്യയിലേക്ക് പോയി എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ രേവതിയോട് പറഞ്ഞതാട്ടോ. ഇപ്പം അതൊക്കെ ഓർക്കൊന്നും പോലുമില്ല മീര വേറൊരു കള എടുത്തിടുക. അപ്പം രേവതിക്ക് സച്ചിക്ക് ഏകദേശം ബോധ്യമായി ഇതിൻ്റെ അകത്തൊക്കെ കുറേ കള്ളത്തരങ്ങളുണ്ട് എന്ന് മനസ്സിലായേ. ഉടനെ തന്നെ വന്നിട്ട് പറയുന്നുണ്ട് സച്ചിൻ രേവതിയും കൂടെ, പലതരമാണല്ലോ എല്ലാവരും പറയുന്നത്. ഇപ്പം ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ശ്രുതി ഒരു മലേഷ്യക്കാരിയും കോടീശ്വരിയൊന്നും ആണെന്ന് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ശ്രുതിയെയും അമ്മയൊക്കെ അവൾ മനോഹരമായിട്ട് അങ്ങ് പറ്റിക്കുകയായിരുന്നു. അവൾ വെറും ഒരു നാട്ടിൻ പുറത്തുകാരി തന്നെയാണ്. നമ്മളെ എല്ലാവരെയും അവൾ അങ്ങ് പറ്റിക്കുകയായിരുന്നു എന്ന് സച്ചി രേവതിയും കൂടെ പറയുന്നുമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്